എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാമത് വാക്യം ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്ന വചനമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഒക്കെ നൽകുമ്പോൾ ശ്രേഷ്ഠമായ നിലകളിൽ നാം തൃപ്തിയോടുകൂടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് യോഗ്യന്മാരായ എന്ന് വച്ചാൽ ചില നന്മകളൊക്കെ പ്രാപിപ്പാനായിട്ട് യോഗ്യതയുള്ള ആളുകൾ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നാം നന്മ ചെയ്യുവാനായി മറന്നു കളയരുത് എന്ന് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. സങ്കീർത്തനക്കാരൻ 41-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിനകത്ത് പറയുന്നൊരു പദമുണ്ട്: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. നാം നന്മയുടെയും ഉയർച്ചയുടെയും ശ്രേഷ്ഠതയുടെയും മണ്ഡലങ്ങളിലൂടെ ജീവിക്കുമ്പോൾ നമ്മോടൊപ്പമുള്ള എളിയ ജനത്തെ ആദരിപ്പാനായിട്ട് അവർക്ക് നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ഏതെങ്കിലുമൊക്കെ നിലയിലുള്ള നന്മകൾ ചെയ്യുവാനായിട്ട് മനസ്സ് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നാളുകളിൽ അതിനുള്ളതായ പ്രതിഫലങ്ങളും നന്മകളും ദൈവം നമുക്ക് നൽകും എന്ന് ഓർമ്മപ്പെടുത്തുന്ന സന്ദേശവും വാക്കുകളുമാണ്. ആർക്കാണ് നാം നന്മ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആ നന്മയ്ക്ക് അർഹതപ്പെട്ടവർക്ക് മാത്രമേ നാം അത് കൊടുക്കുവാൻ പാടുള്ളൂ എന്നുകൂടി ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ വരുമ്പോഴും നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഓരോഹരിയെ 7 8 വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. ഇവിടെയും പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് നാം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നാളുകളിൽ ഈ ഭൂമിയിൽ എന്തും സംഭവിക്കാം. നമ്മുടെ ജീവിതയാത്ര ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകുമെന്നറിയില്ല. അങ്ങനെയുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നാം ഇന്ന് അർഹതപ്പെട്ടവർക്ക് ചില നന്മകൾ ചെയ്യുമ്പോൾ, നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് ചില നന്മകൾ നാം ചെയ്യുമ്പോൾ, നാളുകളിൽ നാം ചെയ്ത പ്രവൃത്തികൾക്ക് പ്രതിഫലമായി ദൈവം നമുക്ക് ചില നന്മകൾ നൽകിത്തരുവാൻ അത് കാരണമായി തീരുമെന്നുള്ളത് തന്നെയാണ് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നന്മകൾ നൽകുമ്പോൾ സാധുക്കളെ, പ്രാപ്തിയില്ലാത്തവരെ, കഷ്ടമനുഭവിക്കുന്നവരെ കണ്ടിട്ട് അവരെ പുച്ഛിക്കുന്നവരോ അവരുടെ കഷ്ടതയിൽ സന്തോഷിക്കുന്നവരോ ആയിത്തീരുകയല്ല. അവരുടെ ഞെരുക്കത്തിൽ, അവരുടെ കഷ്ടതയിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ കഴിവിനനുസരിച്ച് അർഹതയുള്ളവർക്ക് ചില നന്മകൾ നാം കൊടുക്കുന്നവരും അത് നിമിത്തം അവർക്ക് ഒരു താൽക്കാലിക ആശ്വാസവും നാളുകളിൽ ഈ ഭൂമിക്ക് സംഭവിക്കുന്ന വ്യതിയാനങ്ങളുടെ കൂട്ടത്തിൽ
നമ്മുടെയും ജീവിതത്തിൽ ചില കഷ്ടതയുടെ കാലങ്ങൾ കടന്നു വന്നാൽ അന്ന് നാം നമ്മുടെ സമൃദ്ധിയുടെ കാലത്ത് ചെയ്ത നന്മയുടെ പ്രതിഫലമായി ദൈവം ചില നന്മകൾ നൽകുമെന്നും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാപ്തിക്കനുസരിച്ച് സഹായിക്കുന്നവരായി തീരാം. അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ധനസമൃദ്ധിയിൽ, ഞങ്ങളുടെ നന്മയുള്ള ജീവിതത്തിൽ മറ്റുള്ളവരെ പുച്ഛിച്ചു പോകുന്നവരായിട്ടല്ല, ഞങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അത് നാളുകളിൽ ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.